കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്. മതിൽ ചാടുന്നതിനായി ഗോവിന്ദചാമി തന്റെ ശരീരഭാരം കുറച്ചു. ജയിൽ ചാട്ടത്തിനുള്ള ആയുധങ്ങളും നേരത്തെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സലാം മുഹമ്മദാണ് ചേരുന്നത്. സലാം, ഈ ജയിൽ ചാട്ടത്തിനായി വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഭക്ഷണമടക്കം ക്രമീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ആസൂത്രണമാണ് ഗോവിന്ദചാമി നടത്തിയതെന്ന് അറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ കമ്പി മുറിച്ചെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ദിവസങ്ങൾ നീണ്ട ഒരു നീക്കത്തിനൊടുവിലാണോ ഇയാൾ സംഘടിപ്പിച്ചത്? ദിവ്യ, പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ 20 ദിവസമെങ്കിലും ഇയാൾ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയാളുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണോ ഈ സെല്ലിന്റെ കമ്പി മുറിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഇനിയും ലഭിക്കാനുണ്ട്. എന്നാൽ പോലും ഇയാളുടെ പക്കൽ നിന്നും ചില ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെ ആയുധങ്ങളാണ് കണ്ടെത്തിയത് എന്ന കാര്യം പോലീസ് പറയുന്നില്ല എങ്കിൽ കൂടി ഇയാളുടെ പക്കൽ നിന്നും ആയുധം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണോ സെല്ല് കമ്പി മുറിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, അവിടെ ജനങ്ങൾ തടിച്ചുകൂടുന്നതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. ഏതായാലും കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ കൃത്യം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇയാൾ ഈ കൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇയാൾ 20 ദിവസത്തോളം ഭക്ഷണം ചപ്പാത്തി മാത്രം കഴിച്ച് ഈ ശരീരം തടി കുറച്ച് ഇങ്ങനെ ഒരു കമ്പിക്കുള്ളിലൂടെ അനായാസം കടക്കാനാകുന്ന ശ്രമത്തിലാകാൻ ആ ഒരു ശ്രമം നടത്തി. അതിനുശേഷമാണ് ഇയാൾ ഈ കാര്യം നടത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ ആയുധങ്ങൾ ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് കഴിയൂ. ഏതായാലും ആയുധങ്ങൾ ലഭിച്ച ആയുധങ്ങൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം കൂടി പോലീസ് പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ 20 ദിവസത്തോളം ഇങ്ങനെ ഭക്ഷണം ക്രമീകരിച്ച് ചപ്പാത്തി മാത്രം കഴിച്ച് അങ്ങനെ ശരീരഭാരം കുറച്ച് അനായാസത്തിലൂടെ ഈ സെല്ലിനുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ കഴിയും എന്നുള്ള ആ തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഉപ്പ് വെച്ചുകൊണ്ട് കമ്പി ദ്രവീകരിപ്പിച്ച് അതിനുശേഷം ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിൽ ഒരു കമ്പി മാത്രമാണ് മുറിച്ചിട്ടുള്ളത്. അതിനുശേഷം അതിൽ നിന്നും ഈ സെല്ലിൽ നിന്നും പുറത്ത് ചാടിയ ശേഷം അതിൽ ചാടാൻ വേണ്ടി ഇയാൾ തുണികൾ, അത് കൃത്യമായി 20 ദിവസത്തോളം ശേഖരിച്ചു വെച്ച തുണികളാണെന്നാണ് പോലീസ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെ തുണികൾ ശേഖരിച്ചു വെച്ചു. അതിലൂടെയാണ് ഒരു അലക്കക്കല്ലിന് മുകളിൽ കയറിക്കൊണ്ടാണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഇയാൾ ഈ മതിൽ ചാടുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു ശ്രമം ആണ് ഇയാളുടെ ഭാഗത്തുനിന്ന്, ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള വിവരങ്ങളാണ് പോലീസിന്റെ പക്കൽ ഇപ്പോഴുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അങ്ങനെയെങ്കിൽ ആരാണ് സഹായിച്ചത്, ഏത് രീതിയിലുള്ള സഹായമാണ് ഇയാൾക്ക് ലഭിച്ചത്, അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കനത്ത വീഴ്ച ഉണ്ടായിട്ടുള്ളതായി പോലീസിന്റെ തന്നെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 20 ദിവസം നീണ്ട ഒരു ആസൂത്രണം എന്ന് പറയുമ്പോൾ അത്രയും ദിവസം ഇയാൾക്ക് നിരീക്ഷണം ഉണ്ടായിരുന്നില്ല. ഇയാളെ സംബന്ധിച്ച് ഈ ജയിൽ അധികൃതർക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളി താമസിക്കുന്ന ഒരു സെല്ലിൽ നിന്നും അനായാസം ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഏത് രീതിയിലുള്ള നിരീക്ഷണമാണ് അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്തമാണ് ജയിൽ അധികൃതർ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി പറയേണ്ടത് ജയിൽ അധികൃതരാണ്. ഏതായാലും അവരുടെ വീഴ്ച സംബന്ധിച്ച് തന്നെയാണ് പോലീസിന്റെ പ്രതികരണത്തിൽ നിന്നും അല്ലെങ്കിൽ പോലീസും വിരൽ ചൂണ്ടുന്നത്. അത്തരം വീഴ്ചകളിലേക്ക് തന്നെയാണ് പോലീസ് മേധാവിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൃത്യമായൊരു ആസൂത്രണം, അതായത് 20 ദിവസത്തോളം നീണ്ട ആസൂത്രണം എന്ന് പോലീസ് പറയുമ്പോഴും അതിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ട ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെയും റിപ്പർ ജയരാജനെ പോലെ ഒരു ക്രിമിനൽ, ഒരു കൊടും ക്രിമിനൽ താമസിച്ചിരുന്ന ഒരു സെല്ലിനുള്ളിൽ നിന്നാണ്, ഒരു ബ്ലോക്കിൽ നിന്നാണ് ഇങ്ങനെയൊരു ജയിൽ ചാട്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതി തന്നെ റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച അതേ മാർഗം തന്നെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ജയിൽ ചാട്ടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അങ്ങനെ ഒരു ആസൂത്രണം നേരത്തെ ഈ റിപ്പർ ജയാനന്ദൻ സ്വീകരിച്ച ആ രീതിയിൽ തന്നെ ഒരു ആസൂത്രണം നടത്തി എങ്ങനെ എത്ര എളുപ്പത്തിൽ അനായാസത്തിൽ ജയിലിൽ നിന്നും പുറത്തേക്ക് കടക്കാനാകുമെന്ന തരത്തിൽ ഒരു ആലോചന കൃത്യമായി നടത്തിയതിനു ശേഷം മാത്രമാണ് ഇയാൾ ജയിൽ ചാടിയിട്ടുള്ളത്. ഇനിയൊരു പക്ഷേ ഏത് തരത്തിൽ ഇയാൾക്ക് സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ കൂടി പോലീസിന്റെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ആ കാര്യം കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇയാളെ തളാപ്പിൽ നിന്നും പിടികൂടിയ ശേഷം പോലീസ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചു. അവിടെ വെച്ച് നീണ്ട നേരം തന്നെ
ഇയാളെ ചോദ്യം ചെയ്തു, ഇയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷമാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും സ്വാഭാവിക പ്രതികരണമാണ്. വലിയൊരു മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. ഇയാൾ ആ ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരാൾക്ക് നേർക്ക് ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലക്ക് ജനങ്ങൾ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലക്ക് വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ നിന്നുമാണ് ഇയാളെ ബലപ്പെട്ട് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നാട്ടുകാരെ മാറ്റിയ ശേഷമാണ് ഗോവിന്ദസ്വാമി വെൽ പ്ലാൻഡ് ആയിരുന്നു. ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം കുറയ്ക്കുന്നു, ഉപ്പുവെച്ച് ജയിൽ കമ്പി സെൽ കമ്പി തുരുമ്പിപ്പിക്കുന്നു, അതിന് പിന്നാലെ ഹാക്സോ ബ്ലേഡ് പോലെയുള്ള ഉപകരണങ്ങൾ ഒപ്പിക്കുന്നു. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം രക്ഷപ്പെടാൻ നടത്തിയ പ്ലാനിംഗ് ആണ് പിഴച്ചത്. ഒടുവിൽ പിടിയിലായത്.